ഈ ഒരു പ്രയാണത്തിൽ ഒരു പ്രത്യേക ഘട്ടമാണ് ചൈനക്കാരുടെ ആക്രമണം. ആ കാലഘട്ടത്തിൽ സംഘശാഖയിൽ വന്ന പ്രധാനപ്പെട്ട 2 ഗീതങ്ങൾ, വേറെയും പല ഗീതങ്ങളും വന്നിട്ടുണ്ട്. അതിൽ രണ്ട് ഗീതവും എഴുതിയത് നമ്മുടെ പ്രത്യയശാസ്ത്രത്തിന് പുറത്ത് നിൽക്കുന്ന ആളുകളാണ്. ഉദാഹരണത്തിന് ഭാരത ഹൃദയ വിപഞ്ചിയിൽ ഉണരും രാഗമാലിക നാം എന്ന് പറയുന്ന ആ ഗീതം, ഇതേപോലൊരു സംഘം ഗീതമായി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഗീതമാണ് നമ്മെ വിളിപ്പൂ നമ്മെ വിളിപ്പൂ നല്ല ഹൈമവത ഭൂമി, തിങ്കൾ കലയാൽ തിലകം ചാർത്തും തുങ്ക ഹൈമവത ഭൂമി എന്ന് പറയുന്ന ആ ഗീതം. വളരെ സുന്ദരമായ ഗീതമാണ്. അതിൽ പറയുന്ന ചില സിമ്പിൾസ്, ഉപയോഗിച്ചിട്ടുള്ളൊരു സിമ്പിൾസ് നോക്കിയാൽ അതാരാ എഴുതിയെന്നും മനസ്സിലാവും. അപ്പോൾ ഇതിൽ തിങ്കൾ കലയാൽ തിലകം ചാർത്തും തുങ്ക ഹൈമവത ഭൂമി, പൊൽത്തിങ്കൽ കല പൊട്ടുകുത്തിയ ഹിമവൽ സഹ്യാദ്രി സിംഗത്തിൽ എന്ന് പറയുന്ന ഒരു വെൺകൊറ്റ പൂങ്കുല പോൽ ഗീതം. ശൈലാഗ്രശൃംഗത്തിൽ വെൺകൊറ്റ പൂങ്കുല പോൽ വിമലാകാശ ശൃംഗങ്ങളിൽ എന്ന് പറയുന്നൊരു ഗീതം, സിനിമാ ഗീതം ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. കുമാരസംഭവത്തിൽ വേറെ ആരുമല്ല, ONV കുറുപ്പ് എഴുതിയതാണ്. ഇതിലെ ഈ ശൈലിയുടെയും സിമ്പിൾസിൻ്റെയും ഉദാഹരണങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവാതെ ആരെഴുതിയാണെന്ന്. നമ്മെ വിളിപ്പൂ നമ്മെ വിളിപ്പൂ നല്ല ഹൈമവത ഭൂമി എന്ന പാട്ട് എഴുതിയതും പൊൽത്തിങ്കൽ കല എഴുതിയ ആളും ഒന്ന് തന്നെയാണ്, ONV കുറുപ്പാണ് എഴുതിയത്. ആ ഗീതത്തിൽ നമ്മെ വിളിപ്പൂ എന്നുള്ള ഗീതത്തിൽ ഒരു പ്രത്യേക സ്ഥാനത്തെത്തുമ്പോൾ ഉള്ള ഒരു വരി, കറുപ്പു തിന്നു മയങ്ങിയ മഞ്ഞക്കാടത്തത്തിൻ നേരെ എന്ന് എഴുതിയിരുന്നു. ONV കുറുപ്പ് ആദ്യം എഴുതിയപ്പോൾ അതിൽ വരുന്ന ഒരു ലൈൻ അതാണ്. പക്ഷേ പിന്നീട് സംഘത്തിൻ്റെ ശാഖയിൽ ആ ഒരു പ്രത്യേക രാഷ്ട്രത്തിനെതിരായിട്ടുള്ള അന്ന് പാടുന്നത് ശരിയാണെങ്കിലും പിന്നീട് അത് പാടുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല എന്നുള്ള തോന്നലുണ്ടാവാം. പിന്നീട് അതിന് മാറ്റം വരുത്തി. ഏതായാലും ഇങ്ങനെ യോഗ്യങ്ങളായ ഗീതങ്ങൾ പുറത്തു നിന്നുള്ളത് അവരുടെ അനുവാദത്തോടെ സംഘത്തിൻ്റെ ശാഖയിൽ പാടിയിട്ടുണ്ട്. അതത് കാലഘട്ടത്തിൽ ഏതാണോ കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ആ നിലയ്ക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ സംഘർഷം വളരെ വ്യാപകമായിട്ട്, നേരത്തെ പറഞ്ഞ സംഘർഷം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതപ്പെട്ടതാണ് എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കഠിന കണ്ഠകാകീർണമാണെങ്കിലും വെടിയുകില്ല ഞാൻ ഈ വഴിത്താരയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ. ഇത്ര സ്വയംസേവകരുടെ മനസ്സിൽ ഈ കഠിനകരമായ കാലം നമ്മുടെ മുമ്പിൽ വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും ഞാൻ വേറൊരു പാതയെ അനുഗമിക്കില്ല. നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി അതിലടങ്ങുന്നുണ്ട്. ഏതെല്ലാം ആകർഷണങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഈ നേർപാത വിട്ട് മറ്റൊരു പാത സ്വീകരിക്കില്ല എന്ന്. പതി ചിതറിക്കിടക്കുന്നൊരസ്ഥികൾ പതറിടാറുണ്ട് മാനസമെങ്കിലും വെടിയുകില്ല ഞാൻ ഈ വഴിത്താരെ. പതിയിൽ ഞാൻ പോകുന്ന ഈ വഴിത്താരയിൽ പതിയിരിപ്പൂ മരണമെന്നോതവേ എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഈ വഴി വിട്ടുപോകില്ല, ഞാൻ ഈ വഴിയിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞു.